ശരി. അപ്പോൾ ഭാഗ്യ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു 4000-ൽ പരം സിനിമകളിൽ അല്ലേ ഓരോ ആർട്ടിസ്റ്റിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനേത്രിയായി, ആഡുകൾ ചെയ്തു, അങ്ങനെ പല മേഖലയിലും അല്ലേ അവതാരകയായിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയുണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജേർണി? അതായത് എന്തൊക്കെയൊക്കെ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണോ എത്തിപ്പെട്ടത്, അതെയോ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലായിടത്തും എത്തിപ്പെട്ടതാണോ? ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലായിടത്തും എത്തിപ്പെട്ട, പ്രതീക്ഷിച്ച സ്ഥലത്തോട്ട് എത്തിപ്പെട്ടതുമില്ല. അതെവിടെയായിരുന്നു? എന്തായിരുന്നു പ്രതീക്ഷിച്ചത്? ഞാൻ ആരാവും, എങ്ങനെ എന്റെ ലൈഫ് ലീഡ് ചെയ്യുന്നായിരുന്നു പ്രതീക്ഷിച്ചത്? ഞാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ നല്ലൊരു ഭാര്യയായി, നല്ലൊരു കുടുംബിനി, വീട്ടു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ ആയിരുന്നു. പൂന്തിങ്കളാകുന്ന ഭാര്യ അതായിരുന്നു കേട്ടോ. ഒരു 17 വയസ്സൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഒരു 30 വയസ്സൊക്കെ ആയപ്പോഴാണ് അതല്ല, നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവുണ്ടായത് ആ ഒരു ഏജിലാണ്. ഈ ഡബിങ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് വന്നല്ലോ, അത് ഏതൊരു ഏജിലായിരുന്നു? വളരെ ചെറിയ പ്രായത്തിൽ വന്നതല്ലേ? ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു 52,312 പ്രാവശ്യം പറയുന്നതല്ലേ. നമ്മുടെ അമൃത ടിവിയുടെ ഒരു 53-ാമതും കൂടി ആവട്ടെ അല്ലേ. 10 വയസ്സുള്ളപ്പോഴാണ് ഡബിങ്ങിന് വരുന്നത്. ആദ്യമായിട്ട് അപരാധി എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഡയറക്ടർ എസ് ബാബു സാറാണ് ഡബിങ്ങിന് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡബ് ചെയ്തപ്പോൾ ആദ്യത്തെ പേയ്മെന്റ് തന്നത് പ്രേം നസീർ സാറായിരുന്നു. ഇതൊന്നും മാറ്റി പറയാൻ പറ്റൂല, ഒന്നും മാറ്റി. ഞങ്ങൾ അത് ടെസ്റ്റ് ചെയ്യാനാണ് ചേച്ചി. 53,000. അതെ, അത് ടെസ്റ്റിംഗ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നസീർ സാറൊക്കെ അപ്പൊ അതൊക്കെ ചേച്ചിക്ക് ആ ഒരു കാലത്ത് അതൊക്കെ വലിയൊരു സംഭവമായിട്ട് അന്ന് തന്നെ മനസ്സിൽ ഫീൽ ചെയ്തിരുന്നു. അതായത് ആ കുട്ടികളുടെ ഒരു ഇന്നസെൻസിൽ നസീർ സാർ അങ്ങനെ തന്നു. അല്ല, നസീർ സാറിനെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, അല്ലാതെ നസീർ സാർ എനിക്ക് റെമ്യൂണറേഷൻ തന്നതൊന്നും എനിക്ക് ബോധം പോലുമില്ല. കാരണം അന്നൊക്കെ ഒരു ഇന്നത്തെ മാതിരിയല്ലോ സിനിമ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ ജീവനോടെ പ്രേം നസീർ സാറിനെ കണ്ടു എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ ലക്കായിട്ട് ചേച്ചിയുടെ കരിയറിൽ തന്നെ വലിയൊരു ലക്ക്. പിന്നെ അതൊരു നല്ലൊരു കൈനീട്ടമായിരുന്നിരിക്കാം. പക്ഷെ എത്രയോ വർഷങ്ങളോളം വിഷുവിന് കൈനീട്ടം തന്നതും നസീർ സാറായിരുന്നു. അത് ശരി. അപ്പൊ എങ്ങനെ എല്ലാ വിഷുവിനും അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ ഡബിങ് ഉണ്ടാവും, എന്തായാലും ഡബിങ് ഉണ്ടാവും. അപ്പൊ ഒന്നുകിൽ സ്റ്റുഡിയോയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും കൈനീട്ടം കൊടുക്കും, എല്ലാവർക്കും. അന്നൊക്കെ ഷൂട്ടിങ്ങും ചെന്നൈയിൽ നടക്കുന്നു, ഡബിങ്ങും ചെന്നൈയിൽ നടക്കുന്നു, റെക്കോർഡിംഗ് ഒക്കെ എല്ലാം ഈ അടുത്തടുത്ത സ്റ്റുഡിയോസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും ഇവരൊക്കെ എപ്പോഴും സ്റ്റുഡിയോസ്. ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇവരൊന്നും കണ്ടിട്ടില്ല. ഡബിങ് എങ്ങനെയായിരുന്നു ചേച്ചി? ഒരുമിച്ചായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സീനിൽ എത്ര ആർട്ടിസ്റ്റുകളുണ്ടോ അത്രയും ആർട്ടിസ്റ്റ് ഒന്നിച്ച് നിന്ന് തന്നെ ഡബ് ചെയ്യണം. അതാണോ ശരിക്കും ഈസി ആയിട്ട്? ഞങ്ങൾക്ക് ഈസി അതായിരുന്നു. അപ്പൊ ചേച്ചി അത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന അങ്ങനെ ഡബ് ചെയ്തൊരു സിനിമ പേര് ഏതാന്ന് ഓർമ്മയുണ്ടോ? എത്ര സിനിമ, ഇപ്പൊ പ്രിയദർശന്റെ ചില സിനിമകള് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വന്ദനം എന്ന് പറയുന്ന സിനിമ, ഐ ലവ് യു എന്ന് പറയുന്ന സിനിമ ഞാനും മോഹൻലാലും ഒന്നിച്ച് നിന്നാണ്. ഞങ്ങൾ ഒരു മൈക്കിൽ നിന്നിട്ടാണ് ഞങ്ങൾ അത് ഡബ് ചെയ്തത്. അതുപോലെ പിന്നെ ചിത്രം എന്ന് പറയുന്ന സിനിമയിൽ ആ ബെഡ്റൂമിലല്ലേ നീ പടവട്ടി കൊരങ്ങേ മറ്റേ ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് നിന്നാ ഡബ് ചെയ്യുന്നത്. ഇപ്പൊ നരേന്ദ്രപ്രസാദ് സാർ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന സിനിമയായിരുന്നു അത്. ചിത്രത്തിൽ നരേന്ദ്രപ്രസാദ് സാറാണ് പൂർണ്ണ വിശ്വനാഥിന് ഡബ് ചെയ്തത്. അപ്പൊ നരേന്ദ്രപ്രസാദ് സാർ ബാക്കിൽ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതെങ്ങനെയൊക്കെ പറയുന്നത്, എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത്, എന്ത് നാച്ചുറലായിട്ടാണ് നിങ്ങൾ വഴക്ക് കൂടുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം, അതെ ഞാൻ പട്ടിന്ന് വിളിക്കുമ്പോൾ നീ കുരങ്ങേന്ന് വിളിക്കുന്നത്, അങ്ങനെ അങ്ങനെ. അതെ അതെ അതെ. പക്ഷെ ഭയങ്കര രസമാണ്, ഭയങ്കര ലൈവ് ഫീൽ ആണ് അതിന്. ഭയങ്കര ലൈവ് ഫീൽ ആണ്. അതായിരിക്കാം അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ ഈ ആ മറ്റേ ഐ ലവ് യു സീനൊക്കെ എടുത്തിട്ടാണ് റീൽസും ടിക്ടോക്കും. പിന്നെ അല്ലാതെ തീർച്ചയായിട്ടും അതെ, അതൊരു എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതിന് ഇത്രയും ഒരു ജീവൻ നമുക്ക് തോന്നുന്നത് ആ സൗണ്ടിലാണെങ്കിലും ഒക്കെ. റേപ്പ് സീനൊക്കെ ഡബ് ചെയ്യുമ്പോൾ റേപ്പ് സീനൊക്കെ ഡബ് ചെയ്യുമ്പോ നമ്മളുടെ അടുത്ത വില്ലനും കൂടെ നിൽക്കും. കയ്യിലൊക്കെ അയ്യോ, പക്ഷെ അതല്ലാണ്ട് ചെയ്യാനായിട്ട് എന്ത് സ്ട്രെയിൻ എടുക്കണം അല്ലേ? നമ്മള് വെറുതെ അയ്യോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോറല്ലേ. അടുത്തൊരാളുണ്ടെങ്കിൽ ഉപദ്രവിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ.